ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കിടിലൻ കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടി കേക്കാണ്. അപ്പോൾ ഇതിൽ മുട്ടയും മൈദയൊന്നല്ല, ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബണ്ട് കേക്ക് ആയതുകൊണ്ട് അതിൻ്റെ മോൾഡൊന്നും എൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വിശദമായി വീഡിയോയ്ക്ക് കിടക്കണതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാനിതുപോലെ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി അളന്നെടുക്കാം. ഞാനിവിടെ എലൈറ്റിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതിന് മുന്നേയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇത് നമുക്കൊരു സെല്ലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം വേറൊരു ബൗളോ ഒരു പ്ലേറ്റ് എന്തെങ്കിലും എടുക്കുക. അതിനകത്തോട്ട് നമുക്കൊരു 1/2 കപ്പ് മിക്സ്ഡ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിൽ നിന്ന് ഏകദേശം 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണ് മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ടൂട്ടി ഫ്രൂട്ടിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ ലാസ്റ്റ് ടൂട്ടി ഫ്രൂട്ടി മിക്സ് ചെയ്യുന്ന സമയത്ത് അത് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പ് പാല് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിനാഗിരിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് അടുത്തായി ചേർക്കേണ്ടത് ലെമൺ സെസ്റ്റ് ആണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. നല്ല ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം മാത്രം കുറച്ച് ചുരണ്ടി ഗ്രേറ്ററിൽ വെച്ചൊന്ന് ചുരണ്ടി എടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാവും നമ്മുടെ ഈ ലെമൺ സെസ്റ്റ്. നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ടൊരു 3/4 + 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് 2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ലെമൺ സെസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നമ്മൾ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കുന്നില്ല, വിസ്ക് വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. അതായത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി മിക്സ് ആക്കി കൊടുക്കുക. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ ഇതിന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1-1.25 ആവാട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബട്ടർ മിൽക്കിൻ്റെ ആ മിശ്രിതത്തിലോട്ട് നമുക്കിത് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് നമുക്കൊന്ന് വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട. എങ്കിലും നമ്മുടെ ഈ ഗോതമ്പ് പൊടിയുടെ ലംസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ പാലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കട്ടിയിൽ തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അതിന് മുകളിലോട്ട് ഇപ്പോൾ നന്നായി മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ഇതിനകത്തോട്ട് മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പാക്റ്റുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സായി വരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദപ്പൊടി നല്ല ടേസ്റ്റാണ്. ഞാനിന്നിവിടെ ഗോതമ്പ് പൊടിയാണ്, വീട്ടിൽ ഗോതമ്പ് പൊടി എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദപ്പൊടി എടുക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. ഇത് നമുക്ക് പാനിലോട്ട് മാറ്റണം. ഞാൻ ബണ്ട് കേക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. ബണ്ട് കേക്കിൻ്റെ മോൾഡ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു 1 kg 8 ഇഞ്ച് പാനാണ് എടുത്തിരിക്കുന്നത്.
അതിനകത്ത് നമുക്ക് ബട്ടർ വെച്ചിട്ട് ബട്ടറോ ഓയിലോ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടുവിൽ ഇറക്കി വെക്കാനായിട്ട് ഞാനൊരു നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ മീതെ നമുക്ക് ഇതേപോലെ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഈ പാനിൻ്റെ ഈ ട്രേയുടെ സെൻട്രലായിട്ട് ഇതൊന്ന് കമഴ്ത്തി വെക്കണം നമുക്ക്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബണ്ട് മോൾഡ് ഉണ്ടെച്ചെങ്കിൽ അതിൽ ചെയ്യാം. അല്ല സാധാ ബ്രെഡ് ലോഫിൽ, അതായത് ലോഫ് പാനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസിൻ്റെ ചുറ്റും നമുക്ക് ഈ ബാറ്റർ ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ബാറ്ററി ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നടുവിലുള്ള ഗ്ലാസ് നമ്മൾ വെച്ചെടുത്തിരിക്കുന്ന ഗ്ലാസ് ഇളകി പോകാതിരിക്കാൻ നോക്കുക. ഇനി നമുക്കിത് ലെവലാക്കിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മീതയ്ക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി നിർബന്ധമില്ല, പക്ഷെ ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുക്കാൽ കപ്പ് പഞ്ചസാര ഇടുന്നത് കുറച്ച് മധുരം കൂടുതലാണ്, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനാസോണിക്കിൻ്റെ കൺവെക്ഷൻ ഓവനിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ മീതെ ഇതേപോലെ തന്നെ ബ്രൗണിഷ് ആയിട്ട് ഇരിക്കണം, എന്നാലേ ഈ കേക്കിന് അതിൻ്റെ ഒരു ടെക്സ്ചർ വരുള്ളൂ. അപ്പോൾ ഉള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.